എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 61 ശ്ലോകം 20, 21, 22, 23, 24, 25 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ ശ്രീകൃഷ്ണന്റെ പുത്രൻ പ്രദ്യുമ്നൻ, പ്രദ്യുമ്നന്റെ പുത്രൻ അനിരുദ്ധൻ, പ്രദ്യുമ്നന്റെ ഭാര്യ രുക്മിയുടെ പുത്രിയായ രുക്മവതി പറഞ്ഞത് കേട്ടപ്പോ പരീക്ഷിത് മഹാരാജാവിന് സംശയം. അപ്പൊ ചോദിക്കുക, എന്താ മഹർഷേ, രുക്മിയും ഭഗവാനും തമ്മില് നല്ല വൈരത്തിലല്ലേ? അപ്പൊ എങ്ങനെയാ രുക്മി തന്റെ മകളെ പ്രദ്യുമ്നന് വിവാഹം ചെയ്തു കൊടുത്തത്? കൃഷ്ണന്റെ പുത്രനായ പ്രദ്യുമ്നന് രുക്മി തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് എങ്ങനെയാ? അവരത്രയും വൈരികളല്ലേ? അപ്പൊ എങ്ങനെയാ അത് അങ്ങനെ ചെയ്തത്? അപ്പൊ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടോ എന്ന് പറഞ്ഞു തരൂ എന്ന് പറയാണ്, ചോദിക്കുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷിയോട് പരീക്ഷിത് മഹാരാജാവ്. എല്ലാവർക്കും ഉള്ള സംശയം തന്നെയല്ലേ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചത്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീരാജോവാച കഥം രുക്മ്യരിപുത്രായ പ്രാദാൽ ദുഹിതരം യുധി കൃഷ്ണേന പരിഭൂതസ്തം ഹന്തും രന്ധ്രം പ്രതീക്ഷതേ ഏതദാഖ്യാഹി മേ വിദ്വൻ ദിശോർവൈവാഹികം മിഥ. രാജാവ് ചോദിക്കുകയാണ്, ശ്രീകൃഷ്ണന്റെ പുത്രൻ പ്രദ്യുമ്നൻ, പ്രദ്യുമ്നന്റെ പുത്രൻ അനിരുദ്ധൻ, പ്രദ്യുമ്നന്റെ ഭാര്യ ആ രുക്മിയുടെ പുത്രിയായിട്ടുള്ള രുക്മവതി എന്ന് അങ്ങ് പറഞ്ഞുല്ലോ. ഹേ വിദ്വൻ, ഭഗവാൻ യുദ്ധത്തില് രുക്മിയെ അപമാനിച്ചത് മുതല് രുക്മി ശ്രീകൃഷ്ണനെ വധിക്കാനുള്ള തക്ക അവസരം നോക്കി നടക്കുകയാണ്. അങ്ങനെയല്ലേ? അങ്ങനെയിരിക്കെ ശത്രുവായ കൃഷ്ണന്റെ പുത്രനായ പ്രദ്യുമ്നന് രുക്മി തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് എങ്ങനെയാ? അതിമത്സരികളായിരിക്കുന്ന ഇവർക്ക് തമ്മില് വിവാഹ സംബന്ധത്തിന് ഉണ്ടായ വിശേഷ കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു തരൂ. അനാഗതമതീതം ച വർത്തമാനമതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യന്തി യോഗിന. അങ്ങക്ക് ഇപ്പൊ നടക്കണതായാലും കണ്ണിന്റെ മുമ്പിൽ വെച്ച് നടക്കുന്നത് മാത്രമേ സാധാരണക്കാരായ എന്നെ പോലുള്ളവർക്ക് അറിയുള്ളൂ. അങ്ങേ പോലുള്ളവരോ അങ്ങനെയല്ലല്ലോ. അങ്ങ് യോഗീശ്വരനല്ലേ. ഇന്ദ്രിയങ്ങൾക്ക് കാണാനും കേൾക്കാനും വാസനിക്കാനും സ്പർശിക്കാനും കഴിയാത്ത വിധത്തില് എത്ര ദൂരെ ഇരുന്നാലും ഭിത്തി കൊണ്ടൊക്കെ മറയ്ക്കപ്പെട്ടിരുന്നാലും സകലതും അങ്ങേ പോലുള്ള യോഗീശ്വരന്മാർക്ക് ദർശിക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങേക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതിന്റെ കാരണം കൂടി യോഗീശ്വരനായ നിന്തിരുവടി പറഞ്ഞു തരണം എന്ന് പറയാണ് പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുഖബ്രഹ്മർഷിയോട്. അപ്പൊ അതാ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീ ശുഖബ്രഹ്മർഷി പറയുന്നു. ശ്രീ ശുഖ ഉവാച വൃത സ്വയം വരേ സാക്ഷാൽ അനംഗോംഗയുതസ്തയാ രാജ്ഞ സമേതാൻ നിർജിത്യ ജഹാരൈകരഥോ യുധി. ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, പരമശിവന്റെ നേത്രാഗ്നിയില് ദഹിച്ചത് മുൽക്ക് സാക്ഷാൽ മന്മഥൻ സ്ഥൂല ശരീരമില്ലാത്തവനായിട്ട് അങ്ങനെ സൂക്ഷ്മ ശരീരത്തോടെ ജനഹൃദയത്തില് അങ്ങനെ ആ കാമബാണം എഴുതുകൊണ്ട് തന്റെ പ്രവൃത്തികള് ചെയ്തു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴതാ ഈശ്വരേച്ഛയാ കൃഷ്ണപുത്രനായിട്ട് അവതരിച്ച മന്മഥനാണ് പ്രദ്യുമ്നൻ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാമദേവന്റെ അവതാരമാണ് പ്രദ്യുമ്നൻ അല്ലെ? അപ്പൊ രുക്മിയുടെ പുത്രിയായിട്ടുള്ള രുക്മവതിക്ക് സ്വയംവരം നിശ്ചയിച്ച സമയത്ത് പ്രദ്യുമ്നനും രാജാക്കന്മാരുടെ സംഘത്തില് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാക്ഷാൽ മന്മഥനെ പ്രത്യക്ഷമായിട്ട് അങ്ങോട്ട് കണ്ടപ്പോ ആ രുക്മിയുടെ മകളായിട്ടുള്ള രുക്മവതി മോഹിതയായി. അങ്ങനെ വേഗം ചെന്ന് പ്രദ്യുമ്നന്റെ കഴുത്തിൽ അങ്ങോട്ട് മാലയിട്ടു. അങ്ങനെ ഉണ്ടായത്. ഇപ്പൊ രാജാക്കന്മാരൊക്കെ അങ്ങോട്ട് എതിർത്തു. എല്ലാവർക്കും ദേഷ്യം വന്നു. ഒരേ തേരാണ്, ഒരു തേര് മാത്രമേ ഉള്ളൂ പ്രദ്യുമ്നന്. വേറെ സഹായികളൊന്നുമില്ല, യുദ്ധം ചെയ്യാനുള്ള സൈന്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള പ്രദ്യുമ്നൻ യുദ്ധത്തില് ആ രാജാക്കന്മാരെ മുഴുവനും ജയിച്ച് കന്യകയും കൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാം. യദ്യപ്യനുസ്മരൻ വൈരം രുക്മീ കൃഷ്ണാവമാനിത വ്യതരൽ ഭാഗിനേയായ സുതാം കുറുവൻ സ്വസുപ്രിയം. പക്ഷേ അത് രുക്മിക്ക് അതുകൊണ്ട് ദേഷ്യമൊന്നും തോന്നിയില്ല.
എന്താന്ന് വെച്ചാല് ശ്രീകൃഷ്ണൻ തന്നെ അപമാനിച്ചുകൊണ്ട്, അതുകൊണ്ട് നല്ല ദേഷ്യമുണ്ട്, നല്ല വൈരുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട്. പക്ഷേ സഹോദരിയെ വലിയ ഇഷ്ടം, അത്രയും സ്നേഹമാണ് സഹോദരിയെ. അങ്ങനെ സഹോദരിയെ കുറിച്ചുള്ള പ്രിയ നിമിത്തം, പിന്നെ മരുമകനോ മിടുമിടുക്കനാണ് പ്രദ്യുമ്നൻ, അല്ല ഒരു ദോഷവും പറയാനുമില്ല. അതുകൊണ്ട് പ്രദ്യുമ്നൻ തന്റെ പുത്രിയുടെ ഭർത്താവായിട്ട് വന്നപ്പോ സന്തോഷം ഉണ്ടായുള്ളൂ ഒരു രുക്മിക്ക്. അതുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് കല്യാണമൊക്കെ ഗംഭീരമായിട്ട് അങ്ങോട്ട് നടത്തി കൊടുത്തു. അങ്ങനെ ഉണ്ടായത് എന്നതാ ശ്രീ ശുകപരമഹർഷി പറയുന്നു. രുക്മിണ്യാസ്തനയാം രാജൻ കൃതവർമ്മസുതോ ബലി ഉഭയേമേ വിശാലാക്ഷിം കന്യാം ചാരുമതിം കില. ശ്രീകൃഷ്ണന്റെ പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും ഒക്കെ വിവാഹത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണന്റെ പുത്രിമാരുടെ വിവാഹം പറയാണ്. എല്ലാവർക്കും 10 പുത്രന്മാരും ഒരു പുത്രി ഉണ്ട്. എല്ലാ ഭാര്യമാരിലും ഓരോ പുത്രിമാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ എല്ലാവരുടെയും വിവാഹങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് കാണിക്കാനായിട്ട് മൂത്ത പുത്രിയുടെ വിവാഹം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഭഗവാന്റെ പുത്രിമാരുടെ കാര്യങ്ങളൊന്നും പിന്നെ ഭാഗവത്തിൽ പറയണേ ഇല്ല. രുക്മിണിയുടെ മകള് ചാരുമതി എന്നുള്ള ആ പുത്രിയെ മാത്രമാണ് പറയണത്. അത് ആ ചാരുമതി വളരെ സർവാംഗ സുന്ദരിയായിരുന്നു. ആ ചാരുമതിയെ സർവഗുണസമ്പന്നനും കൃതവർമാവിന്റെ പുത്രനുമായിട്ടുള്ള ബലി എന്ന യുവാവാണ് വിവാഹം കഴിച്ചത്. അപ്പൊ പിന്നെ അങ്ങനെ എല്ലാ പുത്രിമാരെയും ഇതേ ഉചിതമായിട്ടുള്ള ഓരോ വരന്മാര് വിവാഹം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു പുത്രിമാരുടെ കാര്യം പിന്നെ പറയുന്നതേ ഇല്ല ഇതില്. ദൗഹിത്രായ അനിരുദ്ധായ പൗത്രീം രുക്മ്യദദാൽ ഹരേ രോചനാം ബദ്ധവൈരോപി സ്വസുപ്രിയ ചികീർഷയാ ജാനൻ അധർമ്മം തദ്യൗനം സ്നേഹപാശാനുബന്ധന. ശ്രീകൃഷ്ണന്റെ ബദ്ധവൈരിയാണ് രുക്മി. തന്റെ പുത്രന്റെ പുത്രിയായ രോചനയെ പുത്രിയായ രുക്മവതിയുടെ പുത്രനും ശ്രീകൃഷ്ണന്റെ പൗത്രനുമായ അനിരുദ്ധന് വിവാഹം കഴിച്ചു കൊടുത്തു. ദ്വിഷദന്നം ന ഭോക്തവ്യം ദ്വിഷദന്നം നൈവ പൂജയേൻ. ശത്രുവിന്റെ ഭക്ഷണം കഴിക്കരുത്, ശത്രുവിന് ഭോജനം കൊടുക്കരുത്. അസ്വർഗ്യം ലോകവിദ്യുഷ്ടം ധർമ്മമപ്യ ആചരേന്നതു. ധർമ്മമാണെന്നിരിക്കലും ജനസമുദായം സമ്മതിക്കാത്തതും സ്വർഗത്തിന് ഹിതമല്ലാത്തതുമായ കാര്യം ചെയ്യരുത്. ഇതൊക്കെ നല്ലോണം അറിയണ ആളാണ് രുക്മി. എന്നാലും കൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധന് തന്റെ പുത്രന്റെ പുത്രിയെ കൊടുക്കുക തന്നെയാണ് ചെയ്തത്. ആ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട് ആ വിവാഹം ഗംഭീരമായിട്ട് നടത്തി കൊടുത്തു രുക്മി എന്ന് പറയുന്നു. ഇത്രയും സ്നേഹമാണ് രുക്മിണിയെ, സഹോദരി. എല്ലാവർക്കും 4 സഹോദരന്മാർക്കും കൂടിയുള്ള വേഗം ഒരു സഹോദരിയല്ലേ രുക്മിണി. അതുകൊണ്ട് ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.